ആവശ്യപ്പെട്ടിരിക്കുകയാണ്. RSS BJP നേതാക്കൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു എന്ന അഭിപ്രായം ഔദ്യോഗികമായി LDF മുന്നോട്ട് വെക്കുന്നു. അപ്പോ ഈ വെടിക്കെട്ടിന് പിന്നിലുണ്ടായ ഇടപെടലിനെ അന്വേഷിക്കണമെന്ന് LDF പറയുമ്പോൾ ആ ചൂണ്ടുവിരൽ ആർക്കു നേരെയാണ്? അത് വളരെ കൃത്യമാണല്ലോ. ഈ ചർച്ചയിൽ പ്രതിനിധിയായി വന്നിരുന്ന ആൾ രാജൻ വഴിയാണിത് തീർന്നത്. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമാണ് LDFിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. BJP RSS പ്രവർത്തകരും മാത്രമാണ് ഓടിയെത്തിയത്, സുരേഷ് ഗോപി മാത്രമാണ് ഓടിയെത്തിയത് എന്നുള്ളത് LDF തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ. അതുകൊണ്ടാണല്ലോ അങ്ങനെ എഴുതിയിട്ടുള്ളത്. പൂരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു മുതലെടുക്കാൻ ശ്രമിക്കുക എന്നുള്ള അവരുടെ ഭാഷയാണ്. പൂരത്തിൻ്റെ പേര് പറയുമ്പോൾ കരുവന്നൂരിൻ്റെ പേര് പറയും, കരുവന്നൂരിൻ്റെ കാര്യം പറയുമ്പോൾ പൂരത്തിൻ്റെ പേര് പറയും. എൻ്റെ പൊന്നു ചങ്ങാതി, ഞാൻ ചോദിക്കട്ടെന്ന്, BJP RSS മാത്രമല്ലോ, ഇതിനകത്ത് രാഷ്ട്രീയമില്ല. എവിടെ പോയി നിങ്ങളുടെ MP? തൃശ്ശൂരിൽ പൂരം നടക്കുമ്പോൾ VD സതീശൻ ചാവക്കാട് വരുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ പോകാനല്ല വേണ്ടത്. ഞങ്ങൾക്കൊക്കെ എങ്ങനെ പോവാം? അവിടെ വരണം. ഞാൻ സംസാരിക്കട്ടെ. അവിടെ വരണം. MPക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. തൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന മഹാപൂരം, ആ ലോകോത്തര പൂരം, അതിനകത്ത് ഒരു നിമിഷം പോലും പ്രശ്നമില്ലാതെ പരിഹരിക്കാൻ അദ്ദേഹം അർഹതപ്പെട്ട ആളാണ്. അദ്ദേഹം പോയിരിക്കായിരുന്നു എന്ന് അനിൽ തന്നെ സമ്മതിച്ചു. ഇതുപോലെ തന്നെയാണ് MLA. എവിടെ പോയി MLA? ഞാൻ പറയണേ, നിങ്ങളുടെ മാതൃഭൂമിയുടെ വിഷ്വൽ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾ ആ വിഷ്വൽ മുഴുവൻ പരിശോധിക്കുക. ഞങ്ങളൊക്കെ രാത്രി ഉറക്കമൊളച്ചിരിക്കുന്ന കാണാം. സുനിൽകുമാർ 6 മണിക്ക് വന്നു. എൻ്റെ സുഹൃത്താണ് സുനിൽകുമാർ. ഞങ്ങൾ പകൽപൂരത്തിൽ സുനിൽകുമാർ ഉണ്ടായിരുന്നു, ഈ മുരളീധരൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു വരി പോലും ഇല്ലാത്തത് പറയില്ല. സുനിൽകുമാറും മുരളീധരനും എല്ലാം പകൽപൂരത്തിൽ ഈ മടത്തിൽ വരവിൽ അതേപോലെ എളിഞ്ഞിത്രമേളത്തിൽ ഉണ്ടായിരുന്നു. പൂരം കാണാൻ ധാരാളം ആൾക്കാരുണ്ടാവും. പക്ഷെ പൂരത്തിലൊരു പ്രശ്നം വരുമ്പോൾ അവിടെ ഓടിയെത്തണം. ആ ഓടിയെത്താൻ കണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഓടിയെത്താതിരുന്നത് എന്തുകൊണ്ട്? മന്ത്രി എന്തുകൊണ്ട് വന്നില്ല? MLA എന്തുകൊണ്ട് വന്നില്ല? MP എന്തുകൊണ്ട് വന്നില്ല? കളക്ടറും SP 3 മണിക്കൂർ വൈകിയത് എന്തുകൊണ്ട്? ഈ ചോദ്യമാണ് ഞങ്ങൾ പറയുന്നത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, മാതൃഭൂമിയുടെ ചാനലിൽ ജയകൃഷ്ണന് കുത്തുവിളക്കിടക്കാൻ പോയ ജയകൃഷ്ണൻ, നിങ്ങളുടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ആനയുടെ മുമ്പിൽ കുത്തുവിളക്ക് വെച്ചിരിക്കുന്നത്. ആ കുത്തുവിളക്കെടുക്കാൻ പോയ ജയകൃഷ്ണനെ മർദ്ദിച്ചതിന് അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാണോ? നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വെടിക്കെട്ടിൻ്റെ കാര്യം അന്വേഷിക്കൂ. എൻ്റെ ചോദ്യം അതല്ല. ഒരു പാവപ്പെട്ട ദേവസ്വം ജീവനക്കാരൻ കുത്തുവിളക്കെടുക്കാൻ ആചാരം എടുക്കാൻ വേണ്ടി പോയപ്പോൾ അയാളെ പോലീസ് മർദ്ദിച്ച് അയാളെ താഴെയിട്ടില്ലേ? നഷ്ടപരിഹാരം കൊടുക്കുമോ ഗവൺമെന്റ്? ആദ്യം മന്ത്രി പറയേണ്ടതാ. CPMന്റെ പ്രതിനിധി അതാണ് ആദ്യം പറയേണ്ടത്. BJP ആവശ്യപ്പെടുകയാണ്, നഷ്ടപരിഹാരം കൊടുക്കണം. ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് നടപടിയെടുക്കണം. ഈ 2 കാര്യമാണ് വേണ്ടത്. അല്ലാതെ BJP അതിനകത്ത് മുതലെടുക്കാൻ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാ. ഒരു മിനിറ്റ് ഞാൻ തീർക്കാം. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാ. പിന്നെ ഇത് ക്ഷേത്രോത്സവമാണ്. ഞങ്ങൾ ഓടിയെത്തും. ക്ഷേത്രത്തിനൊരു പ്രശ്നം വന്നാൽ, പള്ളിക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഓടിയെത്തും. ക്ഷേത്രോത്സവമാണ് വടക്കുന്നാഥനുമായി ബന്ധപ്പെട്ട, ഈ ദേവിമാരുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരം ക്ഷേത്രോത്സവമാണ്. അല്ലാതെ CPMന്റെ പ്രതിനിധി പറഞ്ഞമാര് ഏതെങ്കിലും ചന്തയിൽ നടക്കുന്ന പരിപാടിയൊന്നും അല്ല. അത് ക്ഷേത്രോത്സവമാണ്. അത് ലോകത്തുള്ള മുഴുവൻ ആളുകൾ വരുന്നതാണ്. അത് മതേതരത്വമാണ്. പക്ഷെ അത് മതപരമായ ചടങ്ങാണ്. ആ ചടങ്ങിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ വരും, ഞങ്ങൾ അന്വേഷിക്കും, ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾ പിന്തുണ കൊടുക്കും. അധികൃതർ എന്നുള്ളതാണ് CPMന്റെ പ്രതിനിധി പറയുന്ന ഒരു മറുപടി എന്നതും